പിതാവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഒരു 4 വയസ്സുകാരൻ മരിച്ചു. കുഞ്ഞൊന്ന് വീണു. കുഞ്ഞിന്റെ തല ഇവിടെ മുഴച്ച് വന്നിട്ടുണ്ട്. അവിടെ തിരുമ്മി കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? തലച്ചോറിനുള്ളിൽ രക്തസ്രാവം വരുമോ? കുഞ്ഞുങ്ങളുടെ തല ഇടിച്ച് വീണ് കഴിഞ്ഞാൽ പല പേരൻസ് പേടിക്കുന്ന തിരുമ്മിക്കഴിഞ്ഞാൽ ഉള്ളിൽ രക്തസ്രാവം വരുമെന്നാണ്. അങ്ങനെ ഉണ്ടാവുകയില്ല. സാധാരണ രീതിയിൽ നമ്മൾ തിരുമ്മി കൊടുക്കുന്നതുകൊണ്ട് തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഒന്നും വരികയില്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. കുഞ്ഞ് തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ തുണിയിൽ ഐസ് എടുത്ത് അവിടെ തിരുമ്മി കൊടുക്കാവുന്നതാണ്. ആ മുഴ അങ്ങ് തനിയെ മാറിക്കോളും. അല്ലാത്ത പക്ഷം നമുക്ക് ത്രോംബോഫോബ് ഓയിൻമെന്റ് പുരട്ടി കൊടുക്കാം. ഇനി ബ്ലീഡിംഗ് ഉണ്ടെങ്കിലോ കുറച്ചുകൂടെ ഡയറക്റ്റ് പ്രഷർ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? കുഞ്ഞുങ്ങൾ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ കുഞ്ഞിന് അബോധാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് മയങ്ങിക്കിടക്കുന്നു തലയിടിച്ച് വീണ ശേഷം. അതുപോലെ കുഞ്ഞ് നിർത്താതെ കരയുകയോ വീട്ടിലുള്ളവരെ തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യുന്നു. കുഞ്ഞിന് ഭയങ്കര രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നു. മൂക്കിൽ നിന്ന്, വായിൽ നിന്ന്, ചെവിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ബ്ലീഡ് ചെയ്യുന്നു. ഫിറ്റ്സ് വരുന്നു. അതുപോലെ തന്നെ നിർത്താതെയുള്ള കരച്ചിൽ, അമിതമായ കരച്ചിൽ കാണിക്കുന്നു. കൈയും കാലും അനക്കാതിരിക്കുന്നു. കുഞ്ഞ് തുടർച്ചയായിട്ട് ഛർദ്ദിക്കുന്നു. ഒരു ഛർദ്ദിലിനെ പേടിക്കേണ്ട. വീണ് കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഒരു തവണയൊക്കെ ഛർദ്ദിക്കും. പക്ഷെ തുടർച്ചയായിട്ട് ഛർദ്ദിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ കൈയും കാലും അനക്കാതിരിക്കുന്നു, കേൾക്കാൻ ബുദ്ധിമുട്ട് പറയുന്നു, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് പറയുന്നു. ഇങ്ങനെയുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യണം. ചിലപ്പോൾ CT സ്കാനൊക്കെ ആവശ്യമായിട്ട് വരും. എല്ലാ വീഴ്ചയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില സിംറ്റംസ് കാണുകയാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്.